നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആർസിയിലെ ജനങ്ങളെ നേരിട്ട് കാണുവാൻ, ബാലരാമപുരത്തിന്റെ ജനങ്ങളെ നേരിട്ട് കാണുവാൻ വേണ്ടി, നിങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ നേരിട്ട് കാണുവാൻ വേണ്ടി, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഇതാ തിരഞ്ഞെടുപ്പ് കാലത്തെ അനൗൺസ്മെന്റ് വാഹനത്തിലെ നിറസാന്നിധ്യമായി സന്തോഷ് ചിറത്തല. കാൽ നൂറ്റാണ്ടായി ശബ്ദം കൊണ്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധേയ താരമാണ് സന്തോഷ്. മുൻകാലങ്ങളിൽ വിവിധ സ്ഥാനാർത്ഥികൾക്കായി ശബ്ദം നൽകി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും തൻ്റെ രാഷ്ട്രീയം വിട്ട് ശബ്ദം നൽകില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചാണ് സന്തോഷ്. നിലവിൽ കോവളത്തെ NDA സ്ഥാനാർത്ഥി TN സുരേഷിൻ്റെ പൈലറ്റ് വാഹനത്തിൽ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പറഞ്ഞ് മുന്നോട്ട് കുതിക്കുകയാണ് സന്തോഷ്. അനൗൺസ്മെൻറ്റ് മേഖലയിൽ ഏതാണ്ട് 25 വർഷത്തിലധികം പാരമ്പര്യമുള്ള സന്തോഷ് പുതുതായി കടന്നു വരുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ പുതിയ ടെക്നോളജിയാണ്, പണ്ടത്തെ പോലെയല്ല. പുതിയ ടെക്നോളജി വരുമ്പോൾ പുതിയ തലമുറ പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ കടന്നു വരണം. സജീവമായിട്ട് ഈ ഒരു കലാരൂപമാണ്, കലയുടെ ഭാഗമായതാണ്. അതിന് വരും കാലത്തെ ആധുനിക ടെക്നോളജിയോട് ഉപയോഗിക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പണ്ട് നമ്മൾ ചെയ്ത സാധാ മൈക്കും വോൾട്ട് സിസ്റ്റം ഒന്നുമല്ല, ടെക്നിക്കൽ കൂടുതലായിട്ട് അതെ, ടെക്നിക്കൽ പുരോഗമിച്ചു. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പൂർണ്ണമായും അനൗൺസ് ചെയ്യുന്ന ഒരു കലാകാരന് അല്ലാതെ തന്നെ ഇതിന് ആഗ്രഹമുള്ളവർക്കും ഈ മേഖലയിലോട്ട് കടന്നു വരാൻ കഴിയും. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് സന്തോഷ് അനൗൺസ്മെൻ്റ് ചെയ്യുന്നത്. അല്പ രാഷ്ട്രീയം ചോദിക്കുകയാണ്. എങ്ങനെയാണ് ഈ കേരളത്തിലെ സാഹചര്യം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? രാഷ്ട്രീയ സാഹചര്യം ഭാരതീയ ജനതാ പാർട്ടി NDA സഖ്യം അധികാരത്തിൽ വരണം എന്നതാണ് എൻ്റെയും ആഗ്രഹം. കാരണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഏതൊരു വികസന പ്രവർത്തനത്തിനും സാമ്പത്തികം ഒരു പ്രധാന ഘടകമാണ്. കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന സാമ്പത്തികങ്ങൾ മാത്രമാണ് ഇവിടെ നിന്ന് ചെയ്യുന്നത്. കാരണം നമ്മുടെ GST നിരക്കനുസരിച്ച് മാത്രമേ ഒരു സംസ്ഥാനത്തിന് കേന്ദ്രം കടം കൊടുക്കാൻ കഴിയൂ. അത് അമിതമായി കടം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടം വാങ്ങി ഇവിടെ ചിലവാക്കാൻ ഒരു ഏജൻറ്റിനേക്കാളും നല്ലത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് നേരിട്ട് ഒരു MLA ഉണ്ടായിരുന്നാൽ അവർക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. അപ്പോൾ അത് ജനങ്ങൾക്ക്, അതിനകത്ത് രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വികസന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അനൗൺസ്മെൻ്റ് രംഗത്ത് എത്ര കാലമായി തുടരുന്നു? ഞാൻ അനൗൺസ്മെൻ്റ് രംഗത്ത് 26 വർഷമായി. 26 വർഷമൊക്കെ പറഞ്ഞാൽ ഡബ്ബിങ്ങും നമ്മുടെ ഈ പരസ്യം അമ്പലങ്ങളുടെ ഉത്സവത്തിന് പരസ്യം ചെയ്യുന്നത്. അപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ പരസ്യം പിടിച്ച് സ്വന്തമായിട്ട് തന്നെ സൗണ്ട് കൊടുത്ത്, ഫീമെയിൽ സൗണ്ട് വേറെ ആൾ വരും. അപ്പോൾ നമ്മൾ ആരും വിളിക്കില്ലല്ലോ. ചെറിയ പ്രായം 10ാം ക്ലാസ് കഴിഞ്ഞ സമയത്ത് ഒരു 15-16 വയസ്സിൽ തന്നെ സ്വന്തമായിട്ട് പരസ്യം പിടിച്ച് അങ്ങനെ തുടങ്ങിയതാണ്. തിരുവനന്തപുരം ജില്ല വിട്ടുള്ള അനൗൺസ്മെൻ്റ് ഉണ്ടോ, അതോ ജില്ലയ്ക്കകത്ത് മാത്രമാണ്? ജില്ലയ്ക്കകത്ത് തന്നെയാണ്. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എല്ലാ മണ്ഡലങ്ങളിലും വാർഡ് ഇലക്ഷനിലാണ് കൂടുതൽ. അപ്പം വാർഡ് ഇലക്ഷൻ നമ്മൾ കൂടുതലും റെക്കോർഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം സ്ഥാനാർത്ഥി റെക്കോർഡ് എടുക്കും. അത് കഴിഞ്ഞ ശേഷം ലൈവായിട്ട് വിളിക്കാൻ പറ്റും. ലൈവ് വിളി, സ്ഥാനാർത്ഥിയുടെ പൈലറ്റ് വാഹന ലൈവ് വിളി എന്ന് പറഞ്ഞാൽ സ്പീഡിൽ വിളിക്കുന്നു എന്നൊരു പ്രത്യേകതയാണ്.